ഇന്ന് ഉള്ളി ലേഹ്യമായിട്ട് ഉണ്ടാക്കാൻ പോണത്. ബ്ലഡ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ലേഹ്യം ഉണ്ടാ. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ചുവന്നുള്ളി ബ്ലഡ് ഉണ്ടാവാനുള്ളതാണ്. ഇത് വെയിലത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കണ്ട ശരിക്കും. ഒരുവിധം അങ്ങോട്ട് ചൂടാകുമ്പോഴേക്കും ഇത് പൊളിച്ചെടുക്കാം. അങ്ങനെ ഇത് തലേദിവസമൊക്കെ പൊളിച്ച് ആയിട്ട് വെച്ചത്. ഇന്ന് ഉള്ളി മരുന്ന് ഉണ്ടാക്കണത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് പ്രസവിച്ചെടുക്കുമ്പോഴാണ് ഇത് സാധാരണ ഉണ്ടാക്കുന്നത്. പക്ഷെ അല്ലാത്തവർക്കും ഏത് സമയത്തും കഴിക്കാവുന്ന ഒരു മരുന്നാണ് ഇത്. അതിനകത്തേക്ക് ചുമന്നുള്ളി, ഇത് ചെറിയ വെളുത്തുള്ളി, ഇത് ചെറുത് തന്നെ ആയിരിക്കണം, വലുതൊന്നും കൊള്ളൂല കേട്ടോ. പിന്നെ ശർക്കര, ഇത് തേങ്ങ, ഒരു 1 2 3 4 5 6 തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ്, പിന്നെ ഇതിനകത്തേക്ക് 28 കൂട്ടം മരുന്നുകൾ പൊടിപ്പിച്ച് വെച്ചേക്കണം കേട്ടോ. ഇത്ര സാധനങ്ങൾ ഉണ്ടാക്കാൻ കാണിക്കാം. കുക്കറിൽ വെള്ളം ഒഴിച്ചാണ്ട് ഞാൻ വേവിച്ചത്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് രണ്ടും ഓരോരോ കുക്കറിൽ വേവിച്ച് തേങ്ങ ഉടച്ച് ചിരണ്ടി, തേങ്ങയുടെ കണ്ണ് അടച്ചു പിടിച്ച് ഒറ്റ അടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഉള്ളിയൊക്കെ വെന്തത് വീണ്ടും എടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. ശർക്കര ഉരുക്കി കുറച്ച് വെള്ളത്തിലിട്ടാ ഉരുക്കിടുക. അരിക്കണം. ശർക്കരയൊക്കെ നല്ല ശർക്കര വാങ്ങിക്കണം. ഇത് ഹോൾസെയിലുണ്ട്. അവിടെ പോയി എൻ്റെ ശർക്കരയൊക്കെ വാങ്ങിക്കണം. തേനി ശർക്കരയാണ് ഏറ്റവും നല്ല ശർക്കര. മറയൂർ ശർക്കരയൊക്കെ നല്ലത് കിട്ടാനില്ല. അപ്പോൾ തേനി ശർക്കര നല്ല ശർക്കരയാണെന്ന് വൈദ്യര് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിക്കണത്. അതിനകത്തേക്ക് 2ാം പാലും ഒക്കെ ഒഴിച്ചിട്ട് ഒന്നിച്ച് അരച്ചതെല്ലാം കൂടി കൂട്ടി ഉള്ളിലേക്ക് ഒഴിക്കാം. ആദ്യത്തെ പാല് നമ്മൾ കൈ കൊണ്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതെല്ലാവരും മാറി മാറിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത്. പിന്നെ ഒരു വൈദ്യുതി ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പാകം നോക്കണമെങ്കിൽ ആ ചേട്ടൻ തന്നെ ആയിരിക്കണം. മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അറിവുള്ള ഒരാൾ വേണം എപ്പോഴും. ഞങ്ങൾ ജാതിയുടെ അടിയിലാണ് കേട്ടോ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല സുഖമായിട്ട് നമുക്ക് ഇരുന്ന് ഉണ്ടാക്കാം. പിന്നെ മാറി മാറി ഞങ്ങളെല്ലാവരും ഓരോരുത്തൂരി ഇളക്കിയാണ് ഇതൊക്കെ ശരിയാക്കണം. ചവറൊന്നും ഞങ്ങൾ വേനൽക്കാലത്ത് ചവറൊന്നും അടിക്കില്ല. ചവറൊക്കെ ഇങ്ങനെ ജാതിയുടെ കടക്ക് ഇങ്ങനെ കിടക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നനക്കുമ്പോൾ ആ നനവ് പോകില്ല കേട്ടോ. പെട്ടെന്നൊന്നും ഉണക്കി പറ്റില്ല. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോണ ഒരു മരമാണിത്. നല്ല കാടും ഒക്കെ ഉണ്ട് ഇവിടെ. മോട്ടറടിച്ച് വെള്ളം ഈ ജാതിയുടെ കടക്കിലേക്ക് വരണതാണ്ടത്. കുറച്ച് കുമ്മിട്ടിങ്ങയൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് ഓരോരുത്തർ മാറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ആ വെള്ളം, തേങ്ങാപ്പാലിലെ വെള്ളവും എല്ലാം ശർക്കരയിലത്തെ വെള്ളം എല്ലാം വറ്റി ഇതിന് പാകമുണ്ട്. അലുമിനിയം പാത്രങ്ങൾ, ഇൻഡാലിയത്തിൻ്റെ പാത്രങ്ങളൊന്നും മരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കാറില്ല കേട്ടോ ഞങ്ങൾ. പിഴിഞ്ഞ് വെച്ചേക്കണം പാല്, ആദ്യത്തെ പാല്
അത് ഇതിൻ്റെ പാകം വൈദ്യരോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒഴിക്കണം കേട്ടോ. ഇത് പ്രസവിച്ചെടുക്കുമ്പോൾ ഞങ്ങളൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇതെല്ലായിടത്തും ഇങ്ങനത്തെ മരുന്ന് കഴിക്കണില്ല എന്ന് പറഞ്ഞായിട്ട് ഞാൻ പലരോടും ചോദിച്ചു. ഇങ്ങനത്തെ മരുന്ന് ഞങ്ങളുടെ ഇവിടെ ഒന്നും ഇല്ല, ഇത് അറിയാൻ പോലും പാടില്ല. ഇത് പടിഞ്ഞാറ് നാട്ടിലെ മരുന്നാണെന്നാണ് പറയണത്, നമുക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ ഞങ്ങളെല്ലാവർക്കും ഇത് ഉണ്ടാക്കി തരുന്നത് നല്ല കട്ടയായിരിക്കുള്ളൂ. അത് പ്രസവിച്ചെടുക്കുമ്പോൾ പറയുമ്പോൾ സമയമുണ്ടല്ലോ, അത് കുറേച്ച 2 നേരം അത് തന്നു കഴിയുമ്പോൾ അത് കഴിക്കും. ബ്ലഡ് ശരിക്കും ബ്ലഡ് ഉണ്ടാവും ആ സമയത്ത് ഇത് കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അല്ലാത്ത സമയത്തും പിള്ളേർക്ക് ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ബ്ലഡ് കുറവാണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി ഇത്രയൊന്നും ഉണ്ടാക്കണത്. ഇപ്പോൾ ഞങ്ങൾ 3 മക്കളുണ്ട്, പെൺപിള്ളേർ. അതിനകത്ത് ഒരാൾക്ക് 2 പെൺപിള്ളേരുണ്ട്. അപ്പോൾ ഈ ആൺപിള്ളേരൊന്നും കഴിക്കൂല കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കണതാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ആ പാകം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൂക്കിക്കൊടുക്കണം. 28 ലിറ്റർ മരുന്നാണ് പൊടിപ്പിച്ചാണ് കിട്ടുന്നത്. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ തന്നെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നത്. അത് എനിക്കങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവരിത് അങ്ങനെ തന്നെ മരുന്ന് കൊടുക്കണില്ലെന്നാണ് പറഞ്ഞത്. വേറെ ഞാൻ പൊടി തന്നെ മതിശാലയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. ഇതൊരുപാട് സമയം വേണം ഈ സാധനം വെള്ളം വറ്റി ഒക്കെ എടുക്കാനായിട്ട്. പുളിയുറുമ്പിനെ വളർത്തണമെന്ന് പറഞ്ഞില്ലേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത്. പുളിയുറുമ്പിനെ ഓരോ മരത്തുമ്പിൽ വെച്ച് കൊടുത്താക്കണാണ്. ഇതുങ്ങൾ ഇനി പോകൂല. ഇടയ്ക്ക് കുറച്ച് ചെമ്മീൻ്റെ തല ഒക്കെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇറച്ചിയുടെ കഷ്ണമൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കഴിച്ച് അവിടെ തന്നെ ജീവിച്ചോളൂ. ഇതിന് പാകം നോക്കാനായിട്ട് കണ്ടാ വൈദ്യരെ ഞങ്ങൾ വിളിച്ചാക്കണത്. ഇതിൻ്റെ പാകം കാര്യം മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഭയങ്കര ടെൻഷൻ വരുന്ന സമയമാണ്. കാരണം എന്നറിയാമോ, ഇത് മൂത്ത് പോകാനും പാടില്ല, ഇത് മൂപ്പ് കുറയാനും പാടില്ല. അപ്പോൾ ആ സമയത്ത് അറിവുള്ള ഒരാൾ നമുക്ക് വേണം. അതിന് വേണ്ടി ഞങ്ങൾ വൈദ്യരെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് വൈദ്യര് കുറേ മരുന്നുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാവരും ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും. ഇത് പാകായി വരുമ്പോഴേക്കുണ്ടല്ലോ ഭയങ്കര വാസനയാണ് വരണത്. പാകായി കഴിയുമ്പോൾ ഇത് പാള വെച്ചിത് വടിച്ച് ഒരു പോണിയിലേക്ക് ഇട്ടിട്ട് ഒരു തുണിയിട്ട് കെട്ടി വെക്കണം. ഇന്നത്തെ ദിവസത്ത് എടുക്കാനും പറ്റില്ല. അത് തുണിയൊക്കെ ഇട്ട് കെട്ടി ഇങ്ങനെ ചില്ലുപ്പിലാക്കി ചൂടാറി കഴിയുമ്പോൾ ചില്ലുപ്പിലാക്കിയിട്ട് കുറേശ്ശെ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ, അതും ചില്ലുപ്പിൽ തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇത് ആവശ്യത്തിനെടുത്ത് 2 നേരം കഴിക്കുക.